Welcome to Polar Grammar class. Today we are going to discuss two conjunctional phrases. One is not only but also, the other is as well as. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യം നോട്ട് only but also എന്താണെന്ന് പഠിക്കാം. നോട്ട് only but also ഒരു കൺജങ്ഷണൽ ഫ്രേസാണ്. അതിൻ്റെ മലയാള അർത്ഥം ഇത് മാത്രമല്ല അതുകൂടി എന്ന് പറയാം, അല്ലെങ്കിൽ അതുമാത്രമല്ല ഇതുകൂടി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷണൽ ഫ്രേസാണ് നോട്ട് only but also. They need food. They need shelter. ഈ രണ്ട് സെൻറ്റൻസ്, ഫസ്റ്റ് സെൻറ്റൻസ് ദേ നീഡ് ഫുഡ്, രണ്ടാമത്തെ സെൻറ്റൻസ് ദേ നീഡ് ഷെൽട്ടർ. നമുക്ക് ഈ രണ്ട് സെൻറ്റൻസിനെയും നോട്ട് only but also കൊണ്ട് കമ്പൈൻ ചെയ്യണം. ആദ്യത്തെ സെൻറ്റൻസ് ദേ നീഡ് ഫുഡ്, അവർക്ക് ആഹാരം ആവശ്യമാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് ദേ നീഡ് ഷെൽട്ടർ, അവർക്ക് അഭയം ആവശ്യമാണ്. അവർക്ക് ആഹാരം മാത്രമല്ല അഭയം കൂടി ആവശ്യമാണ് എന്നാണ് നമ്മൾ മലയാളത്തിൽ ഈ രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിച്ച് പറയുന്നത്. അവർക്ക് ആഹാരം മാത്രമല്ല അഭയം കൂടി ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ നോട്ട് only but also ചേർത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ദേ നീഡ് നോട്ട് only ഫുഡ് but also ഷെൽട്ടർ. ദേ നീഡ് നോട്ട് only ഫുഡ് but also ഷെൽട്ടർ. അപ്പോൾ ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഒരേ സബ്ജക്റ്റാണ്, രണ്ടിടത്ത് സബ്ജക്റ്റ് ദേ ആണ്, വെർബ് നീഡാണ്, സെയിം വെർബാണ്. അപ്പോൾ സബ്ജക്റ്റും വെർബും ഒക്കെ സെയിം ആണെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ നോട്ട് only ചേർക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ഹീ കിൽഡ് എ ടൈഗർ, ഹീ കിൽഡ് എ ലയൺ. ഇതെങ്ങനെ ചേർക്കും നോട്ട് only but also? അപ്പോൾ സബ്ജക്റ്റ് സെയിം ആണ്, വെർബും സെയിം ആണ്. ഹീ കിൽഡ് നോട്ട് only എ ടൈഗർ but also എ ലയൺ. He killed not only a tiger but also a lion. മറ്റൊരു സെൻറ്റൻസ്, the sun gives us heat, the sun gives us light. The sun gives us not only heat but also light. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. TV educates us, TV entertains us. TV not only educates us but also entertains us. ഇപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളിലെല്ലാം സബ്ജക്റ്റ് സെയിം ആയിരുന്നു. ഇനി നമുക്ക് വ്യത്യസ്തമായ സബ്ജക്റ്റോട് കൂടിയുള്ള രണ്ട് സെൻറ്റൻസുകളെ എങ്ങനെ നോട്ട് only but also ചേർത്ത് കമ്പൈൻ ചെയ്യാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ദ മൂൺ ഗീവ്സ് us ലൈറ്റ് അറ്റ് നൈറ്റ്, ദ സ്റ്റാർസ് ഗീവ് us ലൈറ്റ് അറ്റ് നൈറ്റ്. അപ്പോഴാ സബ്ജക്റ്റ് വ്യത്യസ്തമാണ്. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ദ മൂൺ, രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ദ സ്റ്റാർസ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുന്ന കേസിൽ നോട്ട് only ആദ്യം ചേർക്കും. നോട്ട് only ദ മൂൺ ബട്ട് ആൾസോ ദ സ്റ്റാർസ്, ബാക്കി എല്ലാം ഒരുപോലെയാണ്, അത് പിന്നീട് അങ്ങ് അതുപോലെ എഴുതിയാൽ മതി. ഗീവ് us ലൈറ്റ് അറ്റ് നൈറ്റ്, നോട്ട് only ദ മൂൺ ബട്ട് ആൾസോ ദ സ്റ്റാർസ് ഗീവ് us ലൈറ്റ് അറ്റ് നൈറ്റ്. മറ്റൊരു സെൻറ്റൻസ്, fruits are rich in vitamins, pulses are rich in vitamins. ഇവിടെ സബ്ജക്റ്റ് വ്യത്യസ്തമാണ്. ആദ്യത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഫ്രൂട്ട്സും രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് പൾസസുമാണ്. അപ്പോൾ നമ്മൾ നോട്ട് only ആദ്യം ചേർക്കണം. നോട്ട് only ഫ്രൂട്ട്സ് ബട്ട് ആൾസോ പൾസസ് ആർ റിച്ച് ഇൻ വൈറ്റമിൻസ്. അപ്പം നമുക്ക് നോട്ട് only but alsoയുടെ യൂസേജ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു കൺജങ്ഷണൽ ഫ്രേസാണ് ആസ് വെൽ ആസ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു നോട്ട് only but also but ഹാവിങ് സം സ്ലൈറ്റ് വേരിയേഷൻസ്. ഏകദേശം നോട്ട് only but alsoയുടെ അതേ മീനിങ്ങിലാണ് നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട് യൂസേജിൽ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ, ദ സൺ ഗീവ്സ് us ഹീറ്റ്, ദ സൺ ഗീവ്സ് us ലൈറ്റ്. നമ്മൾ എഴുതുന്നു ദ സൺ ഗീവ്സ് us ഹീറ്റ് ആസ് വെൽ ആസ് ലൈറ്റ്. ദ സൺ ഗീവ്സ് us ഹീറ്റ് ആസ് വെൽ ആസ് ലൈറ്റ്. ഇനി മറ്റൊരു സെൻറ്റൻസ്,
The moon gives us light at night. The stars give us light at night. അപ്പോൾ ഈ സെൻറ്റൻസിന് നമുക്ക് കമ്പൈൻ ചെയ്യണം ആസ് വെൽ എസ് ചേർത്ത്. ആസ് വെൽ എസ് ചേർത്ത് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ദ വെൽ നോൺ ഐഡിയ ഈസ് മെൻഷൻഡ് ഓൺലി ആഫ്റ്റർ ദി ലെസ് നോൺ ഐഡിയ. അതായത് പ്രാധാന്യം കുറഞ്ഞ സെൻറ്റൻസാണ് ആദ്യം ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആസ് വെൽ എസ് ചേർത്ത് പിന്നാണ് നമ്മൾ പ്രാധാന്യം കൂടിയത്. ആദ്യം പ്രാധാന്യം കുറഞ്ഞ സെൻറ്റൻസ് എഴുതുന്നു. ഇപ്പോഴിവിടെ ദ മൂൺ ഗീവ്സ് എസ് ലൈറ്റ് അറ്റ് നൈറ്റും ഉണ്ട്, ദ സ്റ്റാർസ് ഗീവ് എസ് ലൈറ്റ് അറ്റ് നൈറ്റും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം പ്രാധാന്യം കുറഞ്ഞ സെൻറ്റൻസ് ദ സ്റ്റാർസ്. അപ്പം നമ്മൾ എഴുതേണ്ടത് ദ സ്റ്റാർസ് ആസ് വെൽ ആസ് ദ മൂൺ, ദ സ്റ്റാർസ് ആസ് വെൽ ആസ് ദ മൂൺ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിൻ്റെ കാര്യമാണ്. നമ്മൾ ദ മൂൺ കഴിഞ്ഞിട്ട് മൂൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഗീവ്സ് ഉപയോഗിച്ചു, ദ സ്റ്റാർസ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ വെർബ് ഗീവ് ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എഴുതിയത് ദ സ്റ്റാർസ് ആണ്. ദ സ്റ്റാർസ് എഴുതിയത് കൊണ്ട് ആ സ്റ്റാർസ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബും ആസ് വെൽ എസിന് ശേഷം വരുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. ദ സ്റ്റാർസ് കഴിഞ്ഞിട്ട് അപ്പം ആസ് വെൽ എസ് കഴിഞ്ഞ് വരുന്ന വെർബ് ഗിവ് ആയിരിക്കണം. ദ സ്റ്റാർസ് ആസ് വെൽ ആസ് ദ മൂൺ ഗിവ് us അല്ലാതെ മൂണിനെ ബേസ് ചെയ്തല്ല അവിടെ വെർബ് എഴുതുന്നത്. ആദ്യം എഴുതിയ സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ്. ആദ്യം നമ്മൾ എഴുതിയ സബ്ജക്റ്റ് ദ സ്റ്റാർസ് ആണ്. അതുകൊണ്ടാണ് അവിടെ ആസ് വെൽ എസിന് ശേഷം ഗിവ് വന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ദ വെർബ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫസ്റ്റ് സബ്ജക്റ്റ്. ആദ്യത്തെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് വെർബ് വ്യത്യാസപ്പെടുന്നത്. മറ്റൊരു എക്സാമ്പിൾ, the teacher was present, the students were present. ആസ് വെൽ എസ് ചേർത്ത് നമ്മൾ ഇതിനെ എങ്ങനെ കമ്പൈൻ ചെയ്യും? ഇപ്പോൾ പ്രാധാന്യം കുറഞ്ഞത് സ്റ്റുഡൻസിനാണ് അവിടെ. ദ സ്റ്റുഡൻസ് ആദ്യം എഴുതണം. ദ സ്റ്റുഡൻസ് ആസ് വെൽ എസ് ദ ടീച്ചർ. അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് ദ സ്റ്റുഡൻസ് ആണ്. അതിന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ വെർബ് എഴുതുന്നത്. അപ്പം വെർബ് അവിടെ വാസാണോ വേറാണോ? വേർ. ദ സ്റ്റുഡൻസ് ആസ് വെൽ എസ് ദ ടീച്ചർ വെയർ പ്രസൻറ്റ്. The teacher was present, the students were present. The students as well as the teacher were present. അപ്പോൾ as well as ൻ്റെ യൂസേജ് മനസ്സിലായല്ലോ. Okay, we can stop here.